എൻ്റെ പേര് ഗൗരി എന്നാണ്. ഗൗരി കൃഷ്ണയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പൂവാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഇൻഡോ യൂണിവേഴ്സിറ്റിയിൽ ലേൺവൈസ് വഴി സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററി പഠിക്കുവാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ആയിട്ട്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി. ഇപ്പോൾ കറൻ്റ്ലി പിന്നെ PSC കോച്ചിങ്ങിനും കൂടെ പോകുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. ജോലി വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഡിഗ്രി പഠിത്തം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പാടായിരിക്കും അങ്ങനെയാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ നടക്കില്ല അങ്ങനെ ആയിരുന്നു. അപ്പോൾ അപ്പോഴാണ് ലേൺവൈസിനെ പറ്റി ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ മൊത്തം ഒരു വർഷം അങ്ങനെ പഠിച്ച എക്സ്പീരിയൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിൻ്റെ സമയത്തായിരുന്നാലും അസൈൻമെൻറ്റ് വയ്ക്കുന്ന സമയത്തായിരുന്നാലും ലേൺവൈസ് വഴി ഉള്ള അല്ലെങ്കിൽ ആപ്പിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എക്സാമിൻ്റെ സമയത്തും പഠിക്കുന്നതായിരുന്നാലും ഓരോ കോഴ്സിൽ അല്ലെങ്കിൽ ഓരോ പേപ്പറിനനുസരിച്ചുള്ള മെറ്റീരിയൽസും ഒരുപാട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോയെ പറ്റി വെളിയിൽ അങ്ങനെ കേൾക്കുമ്പോൾ പാസ്സാവാൻ തന്നെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ്. പാസ്സാവുമെന്ന് തന്നെ സംശയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആപ്പ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഫസ്റ്റ് ഇയറിൽ അങ്ങനെ എഴുതിയ പേപ്പറൊക്കെ പാസ്സാവാൻ പറ്റിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇയറും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ടാണ് സെക്കൻഡ് ഇയറിൽ ലേൺവൈസ് തന്നെ വേണം അങ്ങനെ തീരുമാനിച്ചത്. അസൈൻമെൻറ്റ് വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്ക് തിരക്കുള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ ലൈവ് ക്ലാസ്സസ് അധികം കാണാൻ പറ്റിയിട്ടില്ല. റെക്കോർഡഡ് ക്ലാസ്സസും ബാക്കി മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. നോട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലോണം വിചാരിക്കാത്ത സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ പഠിക്കണം, ഡിഗ്രി പാസ്സാവണം, ജോലി വാങ്ങിക്കണം, പിന്നെ PG ചെയ്യണം, അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഡിഗ്രി എന്തായിരുന്നാലും ആപ്പ് വഴി നല്ലോണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. PG ചെയ്യുവാണെങ്കിലും ആപ്പിൻ്റെ ഇതോടുകൂടി തന്നെ ആയിരിക്കും പഠിക്കുന്നത്. ഒരു വർഷം നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ആപ്പ് വഴി. ആദ്യമൊക്കെ ഒത്തിരി പാടും ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ മെൻറ്റേഴ്സൊക്കെ ഒരുപാട് പേര് മാറി മാറി വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിരക്കൊക്കെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഓരോ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തിനും മെൻറ്റേഴ്സൊക്കെ അവൈലബിളും ഹെൽപ്ഫുള്ളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇനി വരുന്നവർക്ക് ജൂനിയേഴ്സിന് ആപ്പ് വഴി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ഇപ്പോൾ എൻ്റെ കോഴ്സിന് തന്നെ ഒരുപാട് മെറ്റീരിയൽസും റിസോഴ്സസും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ബാക്കി കോഴ്സസിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല, എന്നാലും എല്ലാം ആപ്പിൽ ഉണ്ടായിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളെ എത്ര പഠിക്കുന്ന ആളായാലും അല്ലെങ്കിലും നമ്മൾ ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് വരും എന്നാണ് വിശ്വാസം. ഓൾ ദി ബെസ്റ്റ്.